ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇസ്ലാമിക മര്യാദയാണ്, വിശ്വാസികൾ പരസ്പരം പാലിക്കേണ്ട കടമയാണ്, കടപ്പാടാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നോമ്പുകാരനായ ഒരാൾ ക്ഷണിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? നോമ്പ് ക്ഷണം നിരസിക്കാനുള്ളൊരു കാരണമല്ല. നോമ്പുകാരനെ ക്ഷണിച്ചാലും അയാൾ ക്ഷണം സ്വീകരിക്കണം. എന്നിട്ട് അയാൾ അവിടെ പോകണം. ഇപ്പോൾ ഒരു വിവാഹ സദ്യയിലേക്കോ മറ്റൊരു സദ്യയിലേക്കോ ക്ഷണിച്ചാൽ അയാൾ ആ ക്ഷണം സ്വീകരിക്കണം, അവിടെ പോകണം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിരിയണം. നോമ്പില്ലെങ്കിൽ ഭക്ഷണം കൂടി കഴിക്കണം. നോമ്പിന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനും ബർക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഫർളായ നോമ്പാണെങ്കിലും സുന്നത്തായ നോമ്പാണെങ്കിലും എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുഇയ അഹദുക്കും ഫല്യജിബ്. ഒരാൾ ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണത്തിന് ഉത്തരം ചെയ്യുക, മറുപടി കൊടുക്കുക, അത് സ്വീകരിക്കുക. ഫഇൻ കാന സ്വാഇമൻ ഫയുസല്ലി. അവൻ നോമ്പുകാരനാണെങ്കിൽ അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. വഇൻ കാന മുഫ്തിറൻ ഫല്യത്അം. അവൻ നോമ്പില്ലാത്തവനാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളട്ടെ. അപ്പം നോമ്പ് ക്ഷണം നിരസിക്കാനുള്ളൊരു കാരണമല്ല. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, നമ്മളവിടെ പോകണം. നോമ്പിലാണെങ്കിൽ നമ്മൾ സുന്നത്തായ നോമ്പ്, ഫർദ് നോമ്പ്, സുന്നത്തായ നോമ്പ് വേണം ഒഴിവാക്കി ഭക്ഷണത്തിനൊപ്പം കൂടാം. ഇനി ഒഴിവാക്കുന്നില്ലെങ്കിൽ അത് അയാളുടെ ഇഷ്ടം. ഒഴിവാക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനും ബർക്കത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് പിരിയുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാത്ത ആളുകൾക്ക് ഭക്ഷണത്തിൽ പങ്കാളികളുമാകാം. അതാണ് പ്രവാചകന്റെ ചര്യ എന്ന് മനസ്സിലാക്കുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. നോമ്പുള്ളയാളോട് അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി പറയുകയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.